നമസ്കാരം, സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇൻഡസ്ട്രിയൽ സെയിൽസ്മാൻ തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നടന്ന എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 97/2025 ആണ്. നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനം. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരറിയപ്പെട്ടു? നികുതി ഇളവ് ഏത് പേരറിയപ്പെട്ടു? മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ആൻസർ ഇറ ഇളകി എന്നല്ല, ഇറ ഇളി എന്നാണ്. ഇറ ഇളി. ഓക്കെ, അതൊക്കെ നോക്കി വെക്കുക. നമുക്ക് തൃപ്പടിദാനമൊക്കെ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാം അല്ലേ? ഇതൊന്ന് വെറൈറ്റി വന്നിട്ടുണ്ട്. നികുതി ഇളവ് ഏതാണ്? നികുതി ഇളവ് ഇറ ഇളിയാണ്. ഓക്കെ, നെക്സ്റ്റ്, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായ പ്രദേശം ഏതാണ്? ആൻസർ മലബാർ ആണ്. മലബാർ. നെക്സ്റ്റ് വൺ, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആൻസർ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. EMS അല്ലേ? EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. നെക്സ്റ്റ് വൺ, ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ആര്യസമാജം. ശുദ്ധി പ്രസ്ഥാനം ആര്യസമാജം. നെക്സ്റ്റ് വൺ, 1925 ജൂണിൽ അഴീക്കൽ തീരത്ത് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്? കൊളംബോയിൽ നിന്നും മുംബൈയിലെ തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്. വർഷം ഏതാണ്? 1925 ജൂണാണ്. ആൻസർ എന്താണ്? നവശേവ. ആൻസർ നവശേവ. കൊളംബോയിൽ നിന്നും മുംബൈയിലെ തുറമുഖം ഏതാണ്? നവശേവയിലേക്കാണ് 1925 ജൂണിൽ അഴീക്കൽ തീരത്തിന് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ. ഓക്കെ, കൊളംബോ ടു മുംബൈയിലെ നവശേവയിലേക്ക് വന്ന കപ്പലായിരുന്നു അത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി. ഒന്നാമത്തെ ശരിയാണ്. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിപ്പിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തതാണ് ശരി. ബംഗ്ലാദേശാണ് ഇവിടെ ഉൾപ്പെടാത്ത രാജ്യം. ഓക്കെ, നേപ്പാളും അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബംഗ്ലാദേശാണ് ഉൾപ്പെടാത്ത രാജ്യം. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കാണ്. കിഴക്കേറ്റത്തുള്ള രേഖാംശം ഏതാണ്? 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതാണ്? പഞ്ചാബ് ഹരിയാന സമതലം, അതിന് രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതാണ്? ആൻസർ സിന്ധു നദിയാണ്. സിന്ധുവാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതാണ്? സിന്ധു നദിയാണ്. നെക്സ്റ്റ്, പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ്? ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലേക്കുള്ള നീരൊഴുക്ക് തടയാൻ
അടച്ച ഡാം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3ഉം 1ഉം വരുന്നുണ്ട്. അപ്പോൾ അതായത് സർദാർ സരോവറും പിന്നെന്താ ഭക്രാനങ്കൽ ഡാമുമാണ് അവർ അടയ്ക്കുന്നത്. സർദാർ സരോവർ, ഭക്രാനങ്കൽ ഡാം, ഇത് രണ്ടും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ, കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണ്? കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണ്? ജീവനമാണ്. നെക്സ്റ്റ് വൺ, നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ്? നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ്? ജെ.എ. ഷുംപീറ്റർ. നെക്സ്റ്റ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവന്നിരിക്കുന്ന ചോദ്യത്തിലാണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതിലാണ്? ചോദ്യത്തിലാണ്. അതായത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ചോദ്യമാണ് വരിക. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? അത് സർക്കാർ ജീവനക്കാരാണ് വരുന്നത്. ബാക്കി വരുന്ന സാമൂഹ്യ സുരക്ഷാ കോഡ് 20 ഏതൊക്കെ വരുന്നുണ്ട്? ദിവസവേതനക്കാരും ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളും അതിഥി തൊഴിലാളികളും എവിടെ വരുന്നുണ്ട്? സാമൂഹിക സുരക്ഷാ കോഡ് 2020 വരുന്നുണ്ട് അല്ലേ? ഉൾപ്പെടാത്തവരാരായിരുന്നു? സർക്കാർ ജീവനക്കാർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് വരുന്നത്, വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ആരാണ്? ആൻസർ ബ്രഡ്ലാൻഡ് കമ്മീഷൻ. ഓക്കെ, സുസ്ഥിര വികസനം നോക്കുമ്പോൾ അത് മനസ്സിലാക്കാം. ബ്രഡ്ലാൻഡ് കമ്മീഷൻ. നെക്സ്റ്റ് വൺ, ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ 2 രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായത്തിന് പറയുന്ന പേരെന്താണ്? മൈക്രോ ഫിനാൻസ്. ചെറിയ സംഘം രൂപീകരിച്ചു അല്ലേ? ഓരോ അംഗവും സംഘത്തിൽ നിക്ഷേപിക്കും അല്ലേ? ബാങ്ക് സംഘത്തിന് പലിശയ്ക്ക് കൊടുക്കും. ഇതൊക്കെ സംഭവം മൈക്രോ ഫിനാൻസ്. കുഞ്ഞുഞ്ഞിൽ ചേർന്നിട്ട് മൈക്രോ ഫിനാൻസ് ഓർത്തിരിക്കാം. അങ്ങനെ ഓർക്കാം. ചെറിയ സംഘം ഓക്കെ. മൈക്രോ ഫിനാൻസ്. ഓക്കെ. നെക്സ്റ്റ്, ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗിരിയ. 16 പനഗിരിയ. നെക്സ്റ്റ്, ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയതാരാണ്? ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ്. ഈ വരി എഴുതിയത് ആരാണ്? ആൻസർ എന്താണ്? ഗുരുജട അപ്പറാവു. ഓപ്ഷൻ എ ഗുരുജട അപ്പറാവു അല്ലേ? അത് വായിച്ചതാരാണ്? നമ്മുടെ നിർമ്മല സീതാരാമനാണ് അല്ലേ? ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, രാജ്യം അതിൻ്റെ ജനങ്ങളെന്ന് പറഞ്ഞ ആരാണ്? ഗുരുജട അപ്പറാവു എഴുതിയത് നിർമ്മല സീതാരാമനാണ് വായിക്കുന്നത്. നോക്കുക. നെക്സ്റ്റ്, ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്ത് പേരിൽ? ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ തുടർന്നിട്ട് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഓപ്പറേഷൻ സിന്ധു. ഇറാൻ ടു ഇന്ത്യയിലേക്ക് വരുന്നത് എന്താണ്? ഓപ്പറേഷൻ സിന്ധു. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏതാണ്?
ഓപ്ഷൻ സി ആണ് പെടാത്ത പ്രസ്താവന. ഓപ്ഷൻ സി ആണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് അല്ലേ. അപ്പോൾ മൗലികാവകാശ ബന്ധപ്പെട്ട 19 പെടാത്ത പ്രസ്താവനയാണ് നമ്മുടെ ആൻസറായി വരേണ്ടത്. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നെക്സ്റ്റ് നോക്കിയേക്കാം. സോഷ്യലിസം മതേതരത്വം എന്ന 2 പദങ്ങൾ ചേർത്ത് 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് കൂട്ടിച്ചേർത്തത്? സോഷ്യലിസം മതേതരത്വം എന്ന 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ആൻസർ ആമുഖം. ആൻസർ ആമുഖം. നെക്സ്റ്റ് വൺ. സുതാര്യവും ഉരുസലവുമായ സർക്കാർ പദ്ധതി ചുവപ്പുനാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരം എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഈ ഗവേൺസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരുടേതാണ്? ഈ ഗവേൺസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരുടേതാണ്? ആൻസർ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം. നെക്സ്റ്റ് വൺ. ചേരുംപടി ചേർക്കാനുള്ളതാണ്. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ വരിക അല്ലേ. നോക്കിയേക്കാം. യൂണിയൻ ലിസ്റ്റ് നമുക്കറിയാം. ഏതാണ്? സെൻസസ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. സെൻസസ് യൂണിയൻ ലിസ്റ്റാണ്. നെക്സ്റ്റ് സംസ്ഥാന ലിസ്റ്റ് ജയിലുകളാണ്. കൺകറൻറ്റ് ലിസ്റ്റ് വനം. പിന്നെ അവശിഷ്ടാധികാരം ഏതാണ്? നമുക്ക് സൈബർ നിയമങ്ങൾ അല്ലേ. ഒന്നുകൂടി, യൂണിയൻ ലിസ്റ്റ് ഏതാണ്? യൂണിയൻ ലിസ്റ്റ് സെൻസസ് ആണ്. സംസ്ഥാന ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ഏതാണ്? ജയിലുകളാണ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്താണ്? വനമാണ്. അവശിഷ്ടാധികാരം ഏതാണ്? സൈബർ നിയമങ്ങളാണ്. നെക്സ്റ്റ് വൺ. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് വരിക? അതിൽ ഓപ്ഷൻ ബി ആണ് നമുക്ക് തെറ്റായ പ്രസ്താവന എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ഉം 3ഉം, അതായത് ഈ 2ഉം 3ഉം എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ നമുക്ക് ശരി പഠിച്ചു പോയാൽ മതി. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണെന്ന് കണ്ടെത്തുക. ശരി പ്രസ്താവന ഏതൊക്കെയാണ്? 73, 74 ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 73, 74 ആണ് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പിന്നെ എന്താണ്? കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനാണ്. അതൊക്കെ പഠിച്ചു വെച്ചേക്കുക. A. ഷാജഹാനാണ്. നെക്സ്റ്റ് വൺ. കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഈടാക്കുന്ന പിഴയുടെ 25% അല്ലെങ്കിൽ പരമാവധി 2500 രൂപ കിട്ടും. നെക്സ്റ്റ് വൺ. ദരിദ്രരായിട്ടുള്ള ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? അതീവ ദരിദ്രരായിട്ടുള്ള ജനങ്ങൾക്ക് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണത്? അന്ത്യോദയ അന്ന യോജന പദ്ധതി. തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങളാണെന്ത്? അന്ത്യോദയ അന്ന യോജന. ഓക്കെ, അന്ത്യോദയ അന്ന യോജന. ഇനി തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. ബാക്കി നമുക്ക് നോക്കാം. കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946 ഇതിനുള്ള നിർദ്ദേശം നൽകിയത് CP രാമസ്വാമി അയ്യറാണ്. നെക്സ്റ്റ് വരുന്നത് 46 വരെ വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? രാജ്യസഭയെക്കുറിച്ച് പഠിക്കുന്നതാണ്. ഓപ്ഷൻ ബി നോക്കാം ഇവിടെ അല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ്. എല്ലാ പ്രസ്താവനയും തെറ്റാണ് അല്ലേ. രാജ്യസഭയെക്കുറിച്ച് പെർമനൻ്റ് നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്. MGNREGA അല്ലേ, ഇവിടെ പൂർണ്ണരൂപം എന്താണ്? പഴയ ക്വസ്റ്റ്യനാണ്. പൂർണ്ണരൂപം എന്താണ്? അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, MGNREGA. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയീസ് ഗ്യാരണ്ടി ആക്ട്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്റ്റാണ് MGNREGA എന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? രണ്ടാമത്തെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ. സെക്കൻഡ് തെറ്റാണ്. ഫസ്റ്റ് നോക്കാം നമുക്ക്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പാണ് വകുപ്പ് 370. മുൻപത്തെയാണ് 370. ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് നോക്കി വെക്കുക, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. ഏത്? ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് എന്ന് പറയുക, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി അല്ലേ. 370 എപ്പോഴും പണ്ടത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്, 370 എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇനിയും രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പിക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണത്. വയോജനങ്ങൾക്ക് വേണ്ടി കേരളമാണ്. നെക്സ്റ്റ്, സുരക്ഷാ നയം എന്നതിൻ്റെ മുദ്രാവാക്യം എന്നതാണ്. സുരക്ഷാ നയത്തിൻ്റെ മുദ്രാവാക്യം KSDMA. ഓക്കെ, KSDMA നമ്മുടെ ആൻസർ ഇതാണ്. പിന്നെ CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? ഇതെല്ലാം അതിൻ്റെ പ്രയോജനങ്ങളാണ്. ജീൻ തെറാപ്പി, ഓപ്ഷൻ ഡി ആൻസർ. ജീൻ തെറാപ്പി, കാർഷിക വിളകളുടെ മേപ്പെടുത്തൽ, ഓക്കെ, ഘോര ചികിത്സയൊക്കെ എന്താണ്? ക്രിസ്പാർ എന്ന് വായിക്കാം അല്ലേ, CRISPR എന്ന് വായിക്കാം. CRISPR-Cas9 ആണ്. ജീൻ തെറാപ്പിക്ക് വേണ്ടിയൊക്കെ ആ സമയത്ത് യൂസ് ചെയ്യുന്ന സാധനമാണെന്ന്, ആ സാങ്കേതിക വിദ്യ ഓർത്ത് വെച്ചേക്കുക. ജീനസുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് കൂടി അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഓർത്ത് വെക്കുക. കാർഷിക വിളയാണ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുക്കുക. അവിടെ ശരിയായ ജോഡി ഇവിടെ ഏതാണ്? ഓപ്ഷൻ ബി ഏതാണ് അല്ലേ? അതായത് OPV പോളിയോ, ഓറൽ പോളിയോ വാക്സിൻ, പോളിയോ. ഓക്കെ, BCG ഒക്കെ നമുക്കറിയാം, ക്ഷേമമാണെന്നൊക്കെ അറിയാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, OPV ഓറൽ പോളിയോ വാക്സിൻ. നെക്സ്റ്റ് വൺ, ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമാകുന്ന രാസവസ്തു ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. ഓസോൺ പാളി ശോഷണം, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, CFS. നെക്സ്റ്റ്, വിറ്റമിൻ ഡിയുടെ അപര്യാപ്തം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? റിക്കറ്റ്സിലെ വേറൊരു പേരെന്താണ്? കണാരോഗം അല്ലേ. സ്കാർവി C ആണെന്ന് ഓർക്കുക കേട്ടോ. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ആരോഗ്യ കേരളം, ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ്യം. നെക്സ്റ്റ് വൺ, തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം ശരിയായ പ്രസ്താവനയാണ് സെറിബ്രത്തെക്കുറിച്ച്. സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം അല്ലേ. നമുക്ക് സെറിബ്രം അറിയാം, തലച്ചോറിൻ്റെ ഭാഗം ഇതാണെങ്കിൽ ഇത്രയും ഭാഗവും ശരിക്കും എന്താണ്? സെറിബ്രമാണ് അല്ലേ. അത്രയും ഭാഗവും ലാർജ് ഭാഗം സെറിബ്രമാണ് വരിക. നെക്സ്റ്റ് വൺ, ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? രക്തസമ്മർദ്ദം, ശ്വസനമൊക്കെ ഇവിടെ മെഡുല്ല ഒബ്ലോംഗാറ്റ അല്ലേ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 1ഉം 4ഉമാണ് സെറിബ്രത്തെക്കുറിച്ച് വരിക. ശ്വസനം വരുമ്പോഴേ ശ്വസനം ഏതാണ് നമുക്ക് വരിക? മെഡുല്ല ഒബ്ലോംഗാറ്റയാണ് വഹിക്കുക. അപ്പോൾ 4മത്തെ നോക്കാം. ഇതില്ലേ, 1 തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്, ഒന്നാമത്തെ കാര്യം. അടുത്തത് ചിന്തനം, ഓർമ്മ. സെറിബ്രം എന്ന് പറയുമ്പോൾ ഓർമ്മയാണ്, ചിന്തിക്കുക അല്ലേ. നമ്മുടെ ചിന്തകളെയും ഓർമ്മകളെയും ബുദ്ധിമുട്ട് പരിഹരിക്കുക, ഭാഷ, തീരുമാനങ്ങൾ ഇവയൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? സെറിബ്രമാണ് അല്ലേ. നമ്മുടെ തലച്ചോറിൻ്റെ ഭൂരിഭാഗവും ആര് കൈയടക്കി വെക്കുന്നു? സെറിബ്രം കൈയടക്കി വെക്കുന്നു. അവിടെയാണ് ചിന്തയുടെയും ഓർമ്മയുടെയും ബുദ്ധിമുട്ട് പരിഹരിക്കലിൻ്റെയും നമ്മുടെ ഭാഷ കൈകാര്യം ചെയ്യുന്നതിൻ്റെയും അല്ലേ, നമ്മൾ തീരുമാനമെടുക്കുന്നതിൻ്റെയൊക്കെ സംഭവങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെറിബ്രമാണ്. ഓക്കെ, ഇവിടുത്തെ ഒരു പോയിന്റ് ശ്വസനം ആരാ കൺട്രോൾ ചെയ്യുക? ഹൃദയമിടിപ്പ് കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആരാണ്? മെഡുല്ല ഒബ്ലോംഗാറ്റ അല്ലേ. മെഡുല്ല ഒബ്ലോംഗാറ്റ താഴെ വരുന്ന ഭാഗം. ഓക്കെ, നെക്സ്റ്റ്, ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്ന ഏതാണ്? അനിയന്ത്രിതമായ ഭക്ഷണശീലം. ഓപ്ഷൻ സി ആണ്. അനിയന്ത്രിതമായ ഭക്ഷണശീലമാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമായി തീരുക.
നെക്സ്റ്റ് അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം എത്രയാണ്? അമ്ലമഴയുടെ pH മൂല്യം എത്രയാണ്? 5.6 താഴെയാണ് അല്ലേ? ഇപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ആസിഡ് ആൽക്കലൈൻ ചോദിക്കാറുണ്ട്, എൻ്റെ pH ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ആസിഡിൻ്റെ pH, ആൽക്കലി pH, ബേസ് അതൊക്കെ അങ്ങോട്ട് ന്യൂട്രൽ പഠിക്കട്ടോ. അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് അത് ഡയറക്റ്റ് ചോദിക്കുന്നില്ല, ഇൻഡയറക്റ്റായിട്ടാണ് എപ്പോഴും ചോദിക്കുക. അപ്പോൾ അതൊക്കെ അറിഞ്ഞു വയ്ക്കാം. സോ ഇവിടെ അമ്ലമഴ ആസിഡ് അല്ലേ, അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം എത്രയാണ്? 5.6 താഴെ ആയിരിക്കും. നെക്സ്റ്റ് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ്? ഏതൊരു പ്രവർത്തനത്തിനും അല്ലേ തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് എത്രാമത്തെ ചലന നിയമങ്ങൾ ആണ്? എത്രാമത്തെയാണ്? മൂന്നാം ചലന നിയമം അല്ലേ? 3 ഉണ്ടെന്ന് നമുക്കറിയാം. മൂന്നാമത്താണ് അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും എന്നുള്ളത്. നെക്സ്റ്റ് വൈദ്യുതകാന്തി തരംഗങ്ങളിൽ ആവർത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? വൈദ്യുതകാന്തി തരംഗങ്ങളിൽ ആവർത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ആൻസർ എന്താ നമുക്ക് വരിക? ഗാമാ കിരണമാണ് ഏറ്റവും കൂടിയ ആവർത്തി കൂടിയ തരംഗം അല്ലേ? ആൽഫ ബീറ്റ ഗാമയൊക്കെ ഉള്ളപ്പോൾ ഗാമയ്ക്കാണ് ഏറ്റവും ആവർത്തി കൂടിയത്. ഓക്കെ. നെക്സ്റ്റ് ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം എത്രയാണ്? ജി എത്രയാണ്? ഭൂമിയുടെ കേന്ദ്രത്തിൽ ഭൂകേന്ദ്രത്തിൽ ജി എത്രയാണ്? സ്മോൾ ജി എത്രയാണ് വരുന്നത്? 0 മീറ്റർ/സെക്കൻഡ് അല്ലേ? 0 മീറ്റർ/സെക്കൻഡ് ഭൂകേന്ദ്രത്തിൽ. നെക്സ്റ്റ് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈ സ്പീഡ് ട്രെയിൻ CR 450 അനാച്ഛാദനം ചെയ്ത രാജ്യം? ഹൈ സ്പീഡ് ട്രെയിൻ CR 450 അനാച്ഛാദനം ചെയ്ത രാജ്യം ഏതാണ്? ചൈനയാണ്. നെക്സ്റ്റ് നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിൽ? സുനിത വില്യംസും ബാരി വിൽമോറും മടങ്ങിയത് ഏത് വാഹനത്തിൽ ആയിരുന്നു? ഡേറ്റ് അല്ലേ? 9 മാസം താമസിച്ചവർ അവരുടെ വാഹനം മടങ്ങിയ വാഹനം ഏതായിരുന്നു ചോദിക്കുന്നത്. ഏതാണ്? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. സുനിത വില്യംസും ബാരി വിൽമോറും അവർ 9 മാസം താമസിച്ചതിന് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചു മടങ്ങിയ വാഹനത്തിൻ്റെ പേരെന്താണ്? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. അടുത്തത് 132 ഗ്രാം ജി അല്ലേ? 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ CO2 അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. എത്ര മോളുണ്ട്? 3 മോൾ CO2 അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേര് എന്താണ്? അതിപൂരിത ലായനി. എന്താണ് പറയുക? അതിപൂരിതം. എന്നൂടെ വായിക്കാം. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേര് എന്താണ്? അതിപൂരിത ലായനി എന്ന് പറയുന്നു. ഓക്കെ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? അൽനിക്കോ. സ്ഥിരകാന്തം അൽനിക്കോ. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ്? ആൻസർ അസറ്റിലീനാണ് അല്ലേ? ഏതാണ് വാതകം? കാൽസ്യം കാർബൈഡ് അവിടെ ഉണ്ടെങ്കിൽ അല്ലേ? കാൽസ്യം കാർബൈഡും ജലവുമായി സമ്പർക്കത്തിൽ വന്നാൽ, അതായത് കാൽസ്യം കാർബൈഡ് പ്ലസ് ജലം വന്നാൽ എന്ത് വാതകം പുറത്തു വരുന്നു? അസറ്റിലിൻ എന്ന വാതകം പുറത്തു വരുന്നു. ഓക്കെ. കാൽസ്യം കാർബൈഡ് പ്ലസ് ജലം എന്ത് വരാം? അസറ്റിലിൻ എന്ന വാതകം ഉണ്ടാകുന്നു. അടുത്തത് പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കുവാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം AI ടൂൾ ഏതാണ്? പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കുവാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI ടൂൾസ് ഏതാണ്? ആൽഫ ഫോൾഡാണ്. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന അല്ലേ? സ്ട്രക്ചർ ആൽഫ ഫോൾഡാണ്. നെക്സ്റ്റ് വൺ 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്രകലാരൂപങ്ങൾ. ഓക്കെ. കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്രകലാരൂപങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്.
അതായത് 1, 2, 3, 4, 5 ഇല്ല അല്ലേ, 5 ഒഴികെ ബാക്കിയെല്ലാം ഉണ്ട്. ഏതൊക്കെ വരിക? പണിയ നൃത്തം, പളിയ നൃത്തം അല്ലേ, ഇരുള നൃത്തം, മംഗലം കളി, മലപുലയ ആട്ടം. ഇതെല്ലാം എവിടെയാണ്? ഇപ്പോൾ 24-25 നമ്മുടെ ഈ വർഷത്തിൽ അല്ലേ, കഴിഞ്ഞ വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങളാണ്. പണിയ, പളിയ, ഇരുള, മംഗലം അല്ലേ, ഇതില്ല. ഓക്കെ, മലപുലയ ആട്ടമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? ആരൊക്കെയാണിത്? എല്ലാവരുമുണ്ട് അല്ലേ. മേജർ ധ്യാൻചന്ദ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ എന്നിവ എന്താണ്? 24 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കളാണ്. ഓക്കെ, ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ എന്നിവ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. ഓർത്തിരിക്കും, ഓരോരുത്തരുടെ പേര് വേണമെങ്കിലും അങ്ങനെ ചോദിക്കാൻ പറ്റും. ഓക്കെ, ഗുകേഷ്, ഹർമൻ, ഓരോരുത്തരുടെ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി വെച്ചേക്കണം കേട്ടോ. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏതാണ്? ചെനാബ് റെയിൽവേ പാലം. ഓക്കെ, ചെനാബ് ഏറ്റവും ഉയരം കൂടിയ ചെനാബ് റെയിൽവേ പാലം. ചേരുംപടി ചേർക്കുക. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. നോക്കാം നമുക്കങ്ങ്. നിരീശ്വരൻ എന്ന് പറയുമ്പോൾ അത് ആരുടെയായി? നിരീശ്വരൻ. ഓക്കെ, VJ ജെയിംസ്, നിരീശ്വരൻ VJ ജെയിംസിൻ്റെയാണ്. മീശ നമുക്ക് പണ്ടേ അറിയാം. മീശ എന്താണ്? മീശ എസ് ഹരീഷാണ്. അത് വെച്ച് പിടിക്കാൻ വേണം കേട്ടോ. മീശ എസ് ഹരീഷാണ്. നെക്സ്റ്റ്, ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനികൾ, NS മാധവൻ. സമ്പർക്കക്രാന്തി എന്ന് പറയുമ്പോൾ എന്താണത്? ഷിനിലൻ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന രണ്ടെണ്ണമൊക്കെ അറിയാമല്ലോ, ശരിക്കും അറിയാം. ബാക്കിയാണ് കുറച്ചൊന്ന് വന്നാൽ കണ്ടുപിടിക്കാൻ പറ്റും. മീശ എസ് ഹരീഷ് നമുക്കറിയാം, അത് വെച്ച് വേണമെങ്കിൽ പറ്റും. സി ഉണ്ടോ? അവിടെ ഇല്ല, അത് പറ്റും. നെക്സ്റ്റ് വരുന്നത് കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. പരമോന്നത എഴുത്തച്ഛൻ പുരസ്കാരം. അടുത്ത ശരിയായ ജോഡി ഏതൊക്കെയാണ്? ജോഡികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരിയായ ജോഡി. 1ാമത്തെ 3ാമത്തെ. വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ക്ഷേത്രം അല്ലേ, ഇപ്രാവശ്യം ഉണ്ടായിരുന്നു വൈശാഖ മഹോത്സവം. കൊട്ടിയൂർ ക്ഷേത്രം, പൂത്തിരി തിരുവപ്പന, ശ്രീ മുത്തപ്പൻ ക്ഷേത്രം അല്ലേ, രണ്ടും ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. നമുക്കറിയാവുന്ന വൈശാഖ ക്ഷേത്രം, വൈശാഖ മഹോത്സവം, കൊട്ടിയൂർ ക്ഷേത്രം, പൂത്തിരി തിരുവപ്പന അല്ലേ. നമ്മൾ ആ തിരുവപ്പന എന്നൊക്കെ ഓർത്തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. അടുത്തത് 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് ഹിസ്റ്ററിൽ ഇടം പിടിച്ച ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം അത് നോക്കാം അല്ലേ. ഭഗവത്ഗീതയും രാമായണവും അല്ലേ, അവരിങ്ങി പോന്നു അല്ലേ. നമ്മുടെ മെമ്മറി ഓഫ് വേൾഡ് ഹിസ്റ്ററിൽ ഇടം പിടിച്ച ആരൊക്കെ? ഭഗവത്ഗീതയും രാമായണവും. അടുത്തത്, നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യയാണേത്? ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. IP വിലാസം. നെക്സ്റ്റ് നോക്കാം ഒന്നുകൂടി. താഴെ പറയുന്നവയിൽ ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് ഏതാണ്? ഏതാണല്ലാത്തത്? ഈ ലൈബ്രറി ഓഫീസാണ്. ബാക്കി ഏതൊക്കെ വരുന്നുണ്ട്? MySQL വരുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് എക്സൽ, ഓറക്കിൾ എല്ലാം ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലാണ് വരിക. ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഏതൊക്കെ? ഞാൻ അങ്ങനെ പറയുക, MySQL അല്ലേ, അതിന് വേറെ പരിഭാഷ ഉണ്ടാവും. MySQL, മൈക്രോസോഫ്റ്റ് ആക്സസ്, ഓറക്കിൾ ഉണ്ട്. വരാത്ത കാര്യം ലൈബ്രറി ഓഫീസ് ഇംപ്രസ് ആണ്. കമ്പ്യൂട്ടർ കുറച്ച് അറിയുള്ളൂ, വേണ്ട MS ഓഫീസ് പഠിച്ച് ഓർമ്മയുള്ളൂ. നെക്സ്റ്റ്, ഡാഷ് ഒരു സ്വതന്ത്ര വിവര വിനിമയ സാമൂഹിക മാധ്യമം ഏതാണ്? ഡാഷ് ഒരു സ്വതന്ത്ര വിവര വിനിമയ നവസാമൂഹിക മാധ്യമം ഓർക്കും നമുക്കൊന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഡയാസ്പൊറ കേട്ടോ. നമ്മൾ ആലോചിച്ചൊന്നും ആയിരിക്കില്ല. ഏത് ഈ ഫേസ്ബുക്കോ അല്ലേ, വാട്സപ്പ്, ട്വിറ്റർ ഒന്നും അല്ല. പിന്നെന്താ പുതിയ സംഭവം? എന്താണ്? സ്വതന്ത്ര വിവര വിനിമയ നവസാമൂഹിക വിനിമയം. അവിടെ സ്വതന്ത്ര വിവരങ്ങളുണ്ട്, അത് ഓർക്കുക. ഡയാസ്പൊറ എന്നുള്ള സംഭവമാണ്. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കുക.
നെക്സ്റ്റ് 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ആണ്. ചാറ്റ് ബോട്ട് ഏതാണ്? ഡീപ്സീക്ക് ആണ്. ഡീപ്സീക്ക് ചാറ്റ് ബോട്ട്. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ക്വാണ്ടം വാലി ടെക് പാർക്ക് ഏതാണത്? അമരാവതിയിലാണ്. നെക്സ്റ്റ്, വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കാത്ത പ്രസ്താവനകൾ വിവരങ്ങൾ ഏതൊക്കെയാണ്? ഒഴിവാക്കാനാവാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തെ മാത്രം ഒഴിവാക്കാത്തത് അല്ലേ? സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ ഒഴിവാക്കാത്തവ. നെക്സ്റ്റ്, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഏത് വകുപ്പിലാണ് ഉപഭോക്തൃ അവകാശങ്ങൾ നിർവഹിച്ചിരിക്കുന്നത്? എവിടെയാണ് അവകാശം വരുന്നത്? എവിടെയാണ്? മൂന്നാമത്തതിലാണ്. എവിടെയാണത്? മൂന്നാമത്തെ പറയുമ്പോൾ S8 ഉപഭോക്തൃ അവകാശത്തെക്കുറിച്ച് നിർവചിക്കുക. ഓക്കെ. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? എവിടെയാണ് ദേശീയ കമ്മീഷൻ? ഓപ്ഷൻ എ ആണ് ആൻസർ. ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത് എവിടെയാണ്? 338 അല്ലേ? ബാക്കി 3 കാണുമ്പോൾ ചാടി വീണേക്കല്ലേ അല്ലേ? 338 ഓപ്ഷൻ എ എന്നുള്ളതും നോക്കി വെക്കണം. ഗാർഹിക പീഡന നിയമത്തിലെ 12ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? ഏതാണ്? ആർക്കൊക്കെ പറ്റുമെന്ന് പറയുക? പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രം, ഏതൊരാൾക്കും കൊടുക്കാം. പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മാത്രം. ഇതെല്ലാം ശരിയെന്നാണ് അല്ലേ? നാലാമത്തെ എല്ലാം ശരിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ശരി. ഓക്കെ. അത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ടൊന്നുകൂടി പഠിക്കേണ്ടി വരുന്നുണ്ട്. പോക്സ് നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം എപ്പോഴും അങ്ങ് ചോദിക്കല്ലേ? ഏതാണ്? രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെ അല്ലേ? എന്നാലേ കുട്ടിയാവുള്ളൂ. നെക്സ്റ്റ്, പോക്സ് നിയമപ്രകാരം കൗമാരക്കാർക്കിടയിൽ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട്. കൗമാരക്കാർക്കിടയിൽ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ഓക്കെ ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് എവിടെയാണ് വന്നേക്കുന്നത്? ഏതാണത്? രണ്ടാമത്തത് ഓപ്ഷൻ എ ആണ് ആൻസർ. 283 റിപ്പോർട്ട്. 283 റിപ്പോർട്ട്. ഇത് നമുക്ക് വായിച്ചാൽ മനസ്സിലാകും അല്ലേ? ആ ലോ കമ്മീഷൻ റിപ്പോർട്ട് എവിടെയാണ് വരിക? 283 റിപ്പോർട്ടിലാണ് അങ്ങനെ കൗമാരക്കാർക്കിടയിൽ ലൈംഗികതയെക്കുറിച്ച് അത് കുറ്റകരമാണെന്നുള്ള പ്രസ്താവിക്കുന്നത് എവിടെയാണ്? 283 റിപ്പോർട്ടിലാണ് പ്രസ്താവിക്കുക. നെക്സ്റ്റ് വരുന്നത് മാതാപിതാക്കളും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിൻ്റെ S2D രക്ഷിതാവ് എന്ന് പറയുന്നത് ആരാണത്? ഓപ്ഷൻ സി മൂന്നാമത്തതാണ് ആൻസർ വരുന്നത് കേട്ടോ. 1ഉം 2ഉം വരും. അതായത് നോക്കിക്കോണം, ജന്മം നൽകിയ രക്ഷിതാവും ദത്തെടുക്കുന്നവരും വരുന്നുണ്ട്. രണ്ടാച്ചനൊക്കെ എന്താണ്? മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ഒക്കെ രക്ഷിതാവാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബാക്കിയുള്ളത് എന്താണ്? മാത്സിൻ്റെ പേപ്പേഴ്സാണ്. നമുക്കത് ചെയ്ത് നോക്കണം അല്ലേ? അത് ഇംഗ്ലീഷ് വേർഷൻ വരുന്നുണ്ട്. അതൊന്ന് വായിച്ച് വേഗം വിടാം. ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ഡാഷ് അറ്റ് ദ ക്രിറ്റിസിസം. ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ഏതാണ്? ലാഫിങ് അറ്റ് ദ ക്രിറ്റിസിസം. If I have the money, I dash a new dress for you. I will buy a new dress for you. My mother dash in this house for 10 years. Okay. ഏതാണ്? I had been living for 10 years. Next, the poem tempts the readers to ponder the beauty of nature. The poem tempts the readers to ponder. Dash the beauty of nature. എന്താണ്? Over the beauty of nature. Give a one-word substitute for a person who loves book. Is to bibliophile. The correctly spelled word ഏതാണ്? ഓപ്ഷൻ സി ആണ്. വാക്വം. ഓപ്ഷൻ സി. ഓക്കെ. VACUUM. What does the foreign phrase whiz and whiz mean? എന്താണ്? In relation to sheep. Flock ആണെങ്കിൽ fish എന്താണ്? സ്കൂളാണ്. Change report speech. His father asked, do you think you know the lesson better than your teacher? അത് റിപ്പോർട്ട് ചെയ്യണം. എങ്ങനെയാണ്? ഇല്ല, ഫാദർ പറയുന്ന പോലെ ആക്കണം.
ഫാദർ ആസ്ക് ചെയ്യുന്ന പോലെ പറയണം. അപ്പോൾ എങ്ങനെയാണത് വരിക? ആദ്യത്തെ തന്നെ ആൻസറാണ് ഹിസ് ഫാദർ ആസ്ക്ഡ്. ഇത് ബാക്കി എന്താണ്? വെദർ ഹി തോട്ട് ഹി ന്യൂ ദ ലെസൺ ബെറ്റർ ദാൻ ഹിസ് ടീച്ചർ. എക്സ്പാൻഡ് ആർ ഡി എക്സ്. ആർ ഡി എക്സ് എന്താണ്? ആർ ഡി എക്സിൽ എപ്പോഴും കേൾക്കുക ആർ ഡി എക്സ്. ആർ ഡി എക്സ് എന്താണ്? ഓപ്ഷൻ സി റോയൽ ഡെമോളിഷൻ എക്സ്പ്ലോസീവ്. റോയൽ ഡെമോളിഷൻ എക്സ്പ്ലോസീവ്. ഒന്നും അറിയാത്ത എന്തോ എഴുതും? ഇതൊക്കെ ഇല്ല, റിസർച്ച് വേണമെങ്കിൽ എഴുതി വെക്കും. ആർ ഡി എക്സ് അല്ലേ? അപ്പോൾ റോയൽ ഡെമോളിഷൻ എക്സ്പ്ലോസീവ് ആണെന്ത്? ആർ ഡി എക്സ് എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ മകൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം. മകൻ്റെ ഭാര്യ. മകൻ്റെ ഭാര്യ ഏതാണ്? സ്നുഷയാണ് മകൻ്റെ ഭാര്യ. അടുത്തത് വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ ഏതാണ്? ഒറ്റപ്പദം. വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ള ഏതാണ്? വൈയാകരൻ. തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. തെറ്റായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് തെറ്റായത്. ഓപ്ഷൻ ഡി ആണ് തെറ്റായത് അല്ലേ? ലേഖകൻ ലേഖികയാണ്, ദേവൻ ദേവിയാണ്, സ്വാമി സ്വാമിനി ആണ്. കൊന്നമരം എന്നർത്ഥം വരുന്ന കൊന്നമരം എന്നർത്ഥം വരാത്ത പദം ഏതാണ്? അതും ഓപ്ഷൻ ഡി ആൻസർ. സൗപർണികമാണ് വരാത്തത് അല്ലേ? കൊന്നമരം എന്ന് പറയുമ്പോൾ അരഗന്ധം സ്വർണ്ണമരത്തിൻ്റെ മീനിങ് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. സുവർണകം കൊന്നമരത്തിൻ്റെ മീനിങ് എന്ന് പറയാം. കർണികാരം സ്വർണ്ണമരം. അതായത് ഒക്കെ ഓപ്ഷൻ തയ്യാറാക്കുന്നവരാണ് ശരിക്കും എക്സ്പേർട്സ് ആണ് ഇതിൻ്റെ ആൻസേഴ്സ് തയ്യാറാക്കുക. സോ വളരെ കറക്റ്റ് ആവാനാണ് എപ്പോഴും ചാൻസ് ഇല്ലേ? നമുക്കറിയാവുന്നതാണത്. ഗ്രൂപ്പ് ഓഫ് ആളുകളാണിത് കറക്റ്റ് ചെയ്യപ്പെടുക, എന്നിട്ടാണത് പബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്യുക. പിന്നെ അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഏതാണത്? ഭരതവാക്യം. ചിലൊരു പോയം തന്നെ ഭരതവാക്യം ചൊല്ലുക എന്നൊരു പോയമൊക്കെ ഇല്ലേ? ഭരതവാക്യം ചൊല്ലുക. നെക്സ്റ്റ് പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരുന്നുണ്ട്? പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ്? പരാപ്ലസ് ഉപകാരമാണ് പരോപകാരം. പരാപ്ലസ് ഉപകാരമാണ് പരോപകാരം. അന്തർമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദം. അന്തർമുഖൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? എന്താണ് അന്തർമുഖൻ്റെ ഓപ്പോസിറ്റ്? ബഹിർമുഖൻ. ബഹിർമുഖൻ. നെക്സ്റ്റ് പാത്രമറിഞ്ഞ് ദാനം ചെയ്യണമെന്ന് പഴഞ്ചൊല്ലിൻ്റെ പൊരുൾ. പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം. എന്താ പറയാന്നു അല്ലേ? എപ്പോഴും പറയും ആളറിഞ്ഞ് ദാനം കൊടുക്കുക. ആളറിഞ്ഞ് വേണം കൊടുക്കാൻ. തന്നിരിക്കുന്നവയിൽ തെറ്റായ പക്ഷേ എന്തെന്നൊരു സംഭവം ആളറിഞ്ഞില്ലെങ്കിലും നമ്മളിപ്പോൾ ദാനമല്ല ഏത് വിദ്യാഭ്യാസം കൊടുത്താൽ അല്ലേ? അവനെന്ത് കഴിവില്ലെന്ന് നമ്മൾ ധരിച്ചു വെച്ചിരുന്നാൽ പോലും വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അവനിലുള്ള കഴിവുകൾ ഉണ്ടായി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞാണ്, എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു പഴഞ്ചൊല്ലും കൊണ്ട് പ്രായോഗികം വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിദ്യാഭ്യാസം ഒന്നും അറിയാത്തൊരു വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ നമ്മൾ നല്ലത് ബേസിക്കലി പറഞ്ഞു കൊടുത്ത് നല്ലതാക്കി എടുത്താൽ അവ നല്ലതായി വരും, ഉറപ്പായിട്ടും വരും അല്ലേ? അനുഭവമാണ് നമുക്കുള്ളത്. നെക്സ്റ്റ് തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി ഏതാണ്? ഇവിടെ തെറ്റായ ജോഡി കപോലം കേട്ടോ. കപാലമാണ് തലയോട്ടി. കപോലം. ഓക്കെ. കപോലം തലയോട്ടി. ഓപ്ഷൻ സി ആണ് തെറ്റായത് കേട്ടോ. ക്ഷിതിഭൂമി രുധിരം ചോര സുരൻ ദേവൻ അല്ലേ? കപോലമല്ല കപാലം തലയോട്ടി. അത് ബയോളജിയിൽ വരുന്നതുകൊണ്ട് എനിക്കറിയാം. ഓക്കെ. നെക്സ്റ്റ് തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതാണ്? ശരിയായ വാക്യം നമുക്കിവിടെ ഓപ്ഷൻ സി ആണ്. പരേതൻ 1 വയസ്സുള്ള ഇരട്ടക്കുട്ടികളുടെ പിതാവാണ് കേട്ടോ. 1 വയസ്സുള്ള ഇരട്ടക്കുട്ടികളുടെ പിതാവാണ് പരേതൻ. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നമുക്ക് കാണാം. ഓക്കെ. നല്ല കമൻസുകളും അതുപോലെ ലൈക്കും ചെയ്യണം. ഓക്കെ. താങ്ക് യു വെരി മച്ച്.